Hi all friends, welcome to MTM Political Talk. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ ആശ്ചര്യത്തോടെയും എന്നാൽ ഒരു ഭീതിയോടെയും സോഷ്യൽ മീഡിയ മുഴുവൻ നോക്കിക്കണ്ട ഒരു ന്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. ആ ന്യൂസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ന്യൂസ് ട്രൂത്തിൽ അമേരിക്കൻ യു എസ് പ്രസിഡന്റിന്റെ സ്വന്തം പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ അദ്ദേഹം തന്നെയാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് ആ വീഡിയോ ഷെയർ ചെയ്തത് എന്നതുകൂടിയാണ് അതിന്റെ ഒരു പ്രത്യേകത ജനങ്ങളെ അമ്പരപ്പിച്ചത്. വിഷയത്തിലേക്ക് വരുമ്പോൾ മുൻ യു എസ് പ്രസിഡന്റ് ഒബാമ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ബലമായി കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപ് അദ്ദേഹത്തിന്റെ സ്വന്തം പ്ലാറ്റ്ഫോമായ ദി ട്രൂത്തിൽ പങ്കുവച്ചത്. ഇത് കണ്ടാണ് സോഷ്യൽ മീഡിയ ഒട്ടുക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന അമ്പരപ്പിൽ അതേക്കുറിച്ച് അന്വേഷിച്ചത്. ഇതേക്കുറിച്ച് വരുന്ന വാർത്തകൾ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയെ അദ്ദേഹം അന്വേഷണ ഏജൻസിയായ FBI വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന ഒരു വീഡിയോയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപ് പങ്കുവച്ചത്. ശരിക്കും ഇതൊരു ഒറിജിനൽ വീഡിയോ ആയിരുന്നില്ല, ഇതൊരു AI വീഡിയോ ആയിരുന്നു എന്നാണ് പിന്നീട് അന്വേഷണത്തിൽ നിന്നും എല്ലാം ജനങ്ങൾക്ക് മൊത്തത്തിൽ ലോകത്തിന് ഒട്ടൊപ്പം മനസ്സിലായത്. FBI വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന ഒരു AI വീഡിയോ പങ്കുവച്ചു ഡൊണാൾഡ് ട്രംപ് എന്നാണ് പിന്നീട് അതിനെക്കുറിച്ച് വിശദമായി അറിയാൻ സാധിച്ചത്. അദ്ദേഹം ഇങ്ങനെ ഒരു കുറിപ്പും കൂടി അതിന്റെ അടിയിലുണ്ടായിരുന്നു. ആരും നിയമത്തിന് അതീതരല്ല എന്ന അടിക്കുറിപ്പോട് കൂടിയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വീഡിയോ പങ്കുവച്ചത്. ഒബാമ അദ്ദേഹത്തിന് സ്വന്തം സമൂഹ മാധ്യമമായ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ച കമന്റിന് മറുപടിയായി ട്രംപ് AI ദൃശ്യങ്ങൾ പങ്കുവച്ചത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതാണ് ഈ വീഡിയോയുടെ ചുരുക്കം. ഈ വീഡിയോയാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഒട്ടുക്കും ചർച്ച ചെയ്യപ്പെട്ടത്. പക്ഷേ തുടക്കത്തിൽ ഇതൊരു AI വീഡിയോ ആണെന്നറിയാതെ പലരും അതിനെക്കുറിച്ച് ഒരുപാട് കമന്റുകൾ പറയുകയുണ്ടായി. ഒബാമയുടെ ഇരു കൈകളും പിടിച്ച് ബലമായി കൊണ്ടുപോകുന്നതാണ് എന്ന് ധരിച്ചു നിൽക്കുന്ന വീഡിയോ ദൃശ്യങ്ങളിലുള്ളത്. ട്രംപിന്റെ 2016 തെരഞ്ഞെടുപ്പ് വിജയത്തിന് റഷ്യൻ സ്വാധീനമുണ്ടായിരുന്നുവെന്ന വ്യാജ ആരോപണത്തിൽ ഒബാമ വിചാരണ നേരിടണമെന്ന് US നാഷണൽ ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടർ തുൾസി ഗബാർഡ് പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്കുള്ളിലാണ് AI വീഡിയോ പുറത്തുവരുന്നത്. ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ റഷ്യയുടെ സ്വാധീനം സ്ഥാപിക്കുന്നതിനായി ഒബാമ സുരക്ഷാ ക്യാബിനറ്റ് തയ്യാറാക്കിയ 114 പേജുള്ള തിരുത്തലുകൾ വരുത്തിയ ഇമെയിലുകൾ കണ്ടെത്തിയതാണ് ഗബാർഡ് അവകാശപ്പെട്ടത്. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. തീർച്ചയായും ട്രംപിനെ അപകീർത്തിപ്പെടുത്തുന്നതിനും അട്ടിമറി നടത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് ഗബാർഡ് എക്സിൽ കുറിച്ചു. ഇത് അധികാരത്തിലുള്ള ആളാണെങ്കിലും ഈ ഗൂഢാലോചനയിലൂടെ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഗബാർഡ് കുറിച്ചു. അന്വേഷണത്തിനായി എല്ലാ രേഖകളും DOJക്ക് കൈമാറുമെന്നും അവർ അറിയിച്ചു. ഗബാർഡിന്റെ നീക്കത്തെ ട്രംപ് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിലവിൽ അറിയുന്ന വാർത്തകൾ. എന്തായാലും ഒരു AI വീഡിയോ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് പങ്കുവെക്കുന്നത് എന്ന് ജനങ്ങൾ നേരിട്ട് അറിഞ്ഞിരുന്നില്ല, ജനങ്ങൾ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും പ്രചാരം ലഭിച്ചത്. പിന്നീടാണ് ഇതൊരു AI വീഡിയോ ആണ് എന്ന് മനസ്സിലായതും അതിൽ നിന്ന് പ്രചരണങ്ങൾ കുറഞ്ഞതും. നിലവിൽ പങ്കുവച്ച ഒബാമയെ അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി. വരും ദിവസങ്ങളിൽ ഒബാമയെ അറസ്റ്റ് ചെയ്തേക്കുമോ എന്ന ആശങ്കയും ഇതിൽ വന്നിരുന്നു, ചർച്ചയായി. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്ന വാർത്തകൾ. ഏതായാലും ഇതൊരു AI വീഡിയോ ആയിരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്.
US പ്രസിഡന്റ് ആണ് ഈ വീഡിയോ പങ്കുവച്ചത് എന്നതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോക്ക് ഇത്രയധികം പ്രചാരം ലഭിച്ചതും. ഒരു മുൻ US പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും പ്രചാരം ലഭിച്ചതും ഇന്ന് ഇത്രയും ട്രെൻഡിങ് ന്യൂസായി മാറിയതും. ഇതിന്റെ കാരണം ചുരുക്കി പറഞ്ഞാൽ മുൻ US പ്രസിഡന്റ് ഒബാമ ഇതിന് മുൻപ് ഒരു കുറിപ്പ് എഴുതിയിരുന്നു. ആ കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, US പ്രസിഡന്റ് ഒഴികെ ബാക്കി എല്ലാവരും നിയമത്തിന് അതീതരാണ്. എന്നാൽ അതിന് മറുപടിയായാണ് ട്രംപ് ഈ വീഡിയോ പങ്കുവച്ചത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച. ഏതായാലും ഈ വീഡിയോ ഒരു AI വീഡിയോ ആണ് എന്ന് ആണ് അവസാനമായി ഇതേക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇത് US പ്രസിഡന്റ് പങ്കുവച്ചത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോക്ക് ഇത്രയും പ്രാധാന്യം ലഭിച്ചതും ഇതിനെപ്പറ്റി ഇത്രയധികം കമന്റുകളും ലോകം മുഴുവൻ ഈ വീഡിയോയെ പറ്റി ചർച്ച ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് നമ്മളും ഈ വിഷയത്തെ കുറിച്ച് ഒന്ന് നോക്കിയത്. തീർച്ചയായും US പ്രസിഡന്റ് പങ്കുവച്ച ഈ വീഡിയോ ഒരു AI വീഡിയോ ആണ് എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ഇതുവരെ മുഴുവനായും വീക്ഷിച്ചതിന് നന്ദി. താങ്കളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തൊരു വിഷയവുമായി കണ്ടുമുട്ടും വരെ വീണ്ടും സന്ധിക്കും വരെ വണക്കം, നന്ദി, നമസ്കാരം.